വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് രുചികരമായി ഒരു മത്തിക്കറി തയ്യാറാക്കി എടുക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. മത്സ്യം വൃത്തിയാക്കി എടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ പുളി നമ്മൾ വെള്ളത്തിലിടണം. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളിങ്ങിയെടുത്ത് കഴുകി വൃത്തിയാക്കി ഇളം ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കുക. മത്തി വൃത്തിയാക്കി എടുക്കുക. അതിന് ശേഷം ഒരു 20 അല്ലി ചെറിയ വെളുത്തുള്ളി, അതുപോലെ ചുമന്നുള്ളി, തക്കാളി, പച്ചമുളക്, ഒരു 4 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും എടുത്തു വെക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയിൽ നിന്നൊരു ചെറിയ കഷ്ണം, നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി വലിയൊരു ഭാഗം, ഒരു 4 എണ്ണം ഒക്കെ ഒഴിവാക്കി ബാക്കിയെല്ലാം നമ്മൾ എടുക്കുക. അത്രയും മുഴുവനായി എടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും എടുക്കുക. 4 വെളുത്തുള്ളി മാറ്റിവെച്ച് ചെറുതായി അരിയാൻ മാറ്റിവെച്ച് ബാക്കി എല്ലാം എടുക്കുക. പേസ്റ്റാക്കി അരച്ചു വെക്കുക. ഇനി നമ്മൾ ചീനച്ചട്ടി അല്ലെങ്കിൽ നമ്മുടെ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിൻ്റെ ശേഷം വളരെ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചൂടാക്കുക. അതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചിയിട്ട് ഇളക്കുക. പിന്നീട് നമ്മൾ അതിൽ കറിവേപ്പില ഇട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പില പൊട്ടി വന്നാൽ നമ്മൾ അതിലേക്ക് 2 പച്ചമുളക് ഇടണം. അതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച 2 തക്കാളി, ഏകദേശം നല്ല വലിപ്പമുള്ള തക്കാളിയാണ്, ആ തക്കാളി മുഴുവനായും തന്നെ അതിൽ വഴറ്റി എടുക്കുക. ഇനി നമ്മൾ 4 സ്പൂണ് മുളക് ഇഷ്ടമാണെങ്കിൽ, എരിവ് ഇഷ്ടമാണെങ്കിൽ 4 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂണ് മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ചേർത്ത് അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, ടീസ്പൂണാണ് പറയുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇത്രയും ചേർത്തൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ അരിച്ചു വെച്ച നമ്മുടെ പുളിവെള്ളവും ചേർത്ത് നന്നായി ഇത് തിളപ്പിക്കണം. അതിൻ്റെ ശേഷം നമ്മൾ ആദ്യമേ അരച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ചേർന്ന പേസ്റ്റാണ്, അതും ചേർക്കുക. ഇനി നമ്മൾ ഉപ്പ് ഇതിലേക്ക് പാകത്തിന് ചേർക്കാൻ മറക്കരുത്. ഉപ്പും ആവശ്യത്തിന് ചേർക്കുക. പുളിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം 1 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് നന്നായി അത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് തിളപ്പിച്ചതിൻ്റെ ശേഷം തുറന്നു നോക്കുക. കുറച്ചത് വറ്റിയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്സ്യം ചേർത്ത് കൊടുക്കാം. നമ്മളതിലേക്ക് മത്സ്യം ചേർത്ത് കൊടുക്കുകയാണ്. മത്സ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഇത് അടച്ചു വെച്ച് തന്നെയാണ് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് വേവിക്കുന്നത്. അടച്ചു വെച്ച് നമ്മൾ വേവിക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ മെല്ലെ അടപ്പൊന്ന് മാറ്റി തുറന്നു നോക്കുക. ഇപ്പോൾ തന്നെ മത്സ്യം ഏകദേശം വെന്തിരിക്കും. എങ്കിലും നമ്മൾ ഇനി ഇത് കുറച്ച് നേരമൊന്ന് തുറന്ന് വേവിക്കണം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി അല്പം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തുറന്ന് വെച്ച് തന്നെ ഇനി ഇത് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി തിളപ്പിച്ച് ഉപയോഗിക്കാം.